ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കടലിലെ മത്സ്യസമ്പത്ത് ഒരിക്കലും ഒരു വിഭാഗത്തിന്റെ മാത്രം കുത്തകയല്ല. അതുമാത്രം കാത്തുകഴിയുന്ന ഒട്ടേറെ കുടുംബങ്ങളുണ്ട് നമ്മുടെ തീരത്ത്. എന്നാൽ ദൈവം അനുഗ്രഹിച്ചു തരുന്ന മത്സ്യസമ്പത്തിനെ നശിപ്പിക്കുകയാണ് പണം മാത്രം ആഗ്രഹിക്കുന്ന ചിലർ. ഇത് അനുവദിക്കില്ല എന്ന് ആണയിടുകയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ബീവറേജസ് ഔട്ട്ലെറ്റിനെതിരെ മഹിളാ മോർച്ച. അടച്ചുപൂട്ടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് പ്രവർത്തകർ. മത്സ്യസമ്പത്തിനെ ഉന്മൂലനം ചെയ്യുന്ന പുതിയ മത്സ്യബന്ധന രീതിക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. ഒക്ടോബർ 26 കേരള തീരത്ത് കടൽ ഹർത്താൽ. 60ാമത് ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ തുടക്കം. വിശദമായ വാർത്തകളിലേക്ക്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വെല്ലുവിളി ഉയർത്തി ട്രോളിംഗ് ബോട്ടുകൾ നടത്തുന്ന പുതിയ മത്സ്യബന്ധന രീതിക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ അണിനിരക്കുന്നു. പേർ ട്രോളിംഗിനെതിരെ ഒക്ടോബർ 26 കടൽ ഹർത്താൽ നടത്തും. പേർ ബോട്ട് കത്തിച്ച് പ്രതിഷേധ സമ്മേളനവും നടത്തുമെന്ന് മത്സ്യമേഖലാ സംയുക്ത സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. വ്യാവസായികാടിസ്ഥാനത്തിൽ അടിത്തട്ട് മത്സ്യബന്ധനത്തിന് ലൈസൻസ് എടുത്ത ട്രോളിംഗ് ബോട്ടുകളിൽ ഒരു വിഭാഗവും യൂസർ ഫീ അടച്ച അന്യസംസ്ഥാന ബോട്ടുകളുമാണ് നിരോധന മത്സ്യബന്ധനം നടത്തി കടലിനെ വന്ധിയാക്കുന്നത്. 600 HP മുകളിലുള്ള ചൈനീസ് എഞ്ചിനുകൾ ഉപയോഗിച്ച് 1 കിലോമീറ്റർ വരെ നീളമുള്ള വലകൾ കൊണ്ട് മണിക്കൂറിൽ 10 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ കടലിന്റെ അടിത്തട്ടും ഇടത്തട്ടും മേൽത്തട്ടും ഒരേ സമയം ഉഴുതുമറിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്ന അയില, മത്തി, നത്തോലി തുടങ്ങിയ ഇനങ്ങളെ കൂട്ടക്കുരുതി ചെയ്ത് ലാഭം കൊയ്യുകയാണിവർ ചെയ്യുന്നത്. പ്രകൃതിക്ഷോഭങ്ങളും സബ്സിഡി മണ്ണെണ്ണയുടെ ലഭ്യതക്കുറവും സുരക്ഷിത മത്സ്യബന്ധനം സാധ്യമാക്കാൻ ചില ജില്ലകളിൽ ഹാർബറുകൾ ഇല്ലാത്തതുമൂലം ഉപജീവന മത്സ്യബന്ധനം എന്നത് പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. ഈ സാഹചര്യത്തിൽ അവശേഷിക്കുന്ന മത്സ്യസമ്പത്തും പേർ ബോട്ടുകൾ അരിച്ചു പെറുക്കുന്നതിന് എതിരെ നിലനിൽപ്പിനായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയേതര ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ചേർന്ന് ഒക്ടോബർ 26 മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള തീരക്കടലിൽ മത്സ്യബന്ധനം നിശ്ചലമാക്കുന്ന കടൽ ഹർത്താൽ നടത്തുമെന്ന് മത്സ്യമേഖലാ സംയുക്ത സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. കടലിന്റെ മക്കൾക്കായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനമായും ആവശ്യം. അതോടൊപ്പം തന്നെ കടൽ സമ്പത്ത് സംരക്ഷിക്കുക. കൊച്ചി തുറമുഖത്ത് വള്ളങ്ങളിൽ ഒത്തുകൂടി പ്രതീകാത്മകമായി പേർബോട്ട് കത്തിച്ച് പ്രതിഷേധ സമ്മേളനവും നടത്തും. സിവിൽ സ്റ്റേഷനു സമീപം പ്രവർത്തനമാരംഭിച്ച ബീവറേജസ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മദ്യവിരുദ്ധ സമിതി നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ മോർച്ചയുടെ മാർച്ചും ധർണയും BJP ജില്ലാ സെക്രട്ടറി ജയ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സിവിൽ സ്റ്റേഷന് സമീപം OP രാമൻ റോഡിലെ പുതുതായി ആരംഭിച്ച ബീവറേജസ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മദ്യവിരുദ്ധ സമിതി ആരംഭിച്ച സമരം 14ാം ദിവസം പിന്നിടുന്നു. സമരസമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ മോർച്ച പ്രവർത്തകർ മദ്യവിൽപ്പനശാലയിലേക്ക് മാർച്ചും ധർണയും നടത്തി. BJP ജില്ലാ സെക്രട്ടറി ജയ സദാനന്ദൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെങ്കിൽ അതിന് മദ്യം വിറ്റ് കിട്ടുന്ന കാശ് വേണം എന്നുള്ള ഒരു വിരോധാഭാസമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ മദ്യ നിരോധനം എന്ന് പറയുന്നത് കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ്. മദ്യവിൽപ്പനശാല ഉടൻ അടച്ചുപൂട്ടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് പ്രവർത്തകർ പറഞ്ഞു.
കോർപ്പറേഷൻ തലത്തിൽ ഇന്ന് അതിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ ഇന്ന് ഇത് അജണ്ടയായിട്ട് വെക്കും. 26th കൗൺസിൽ അജണ്ടയായിട്ട് വെക്കും. മേയറോട് സംസാരിച്ചപ്പോൾ കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് നമുക്ക് ലഭിച്ചത്. ഇത് തുടർന്ന് കൊണ്ടുപോകാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു ഞങ്ങളുടെ ഇതായിട്ടുള്ള ഒരു നയവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനിടെ പ്രവർത്തകരും മദ്യം വാങ്ങാൻ എത്തിയവരുമായി വാക്കേറ്റമുണ്ടായി. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. സമരസമിതിയുടെ നേതൃത്വത്തിന്റെ ഭാഗമായി കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുവാനും പ്രവർത്തകർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രമുഖ വ്യവസായിയും ചലച്ചിത്ര വിതരണക്കാരനുമായ രാംദാസ് കാര്യാൽ അന്തരിച്ചു. പുതിയറയിലെ സ്വന്തം വസതിയിലായിരുന്നു അന്ത്യം. പ്രമുഖ വ്യവസായിയും ചലച്ചിത്ര വിതരണക്കാരനുമായ രാംദാസ് കാര്യാൽ അന്തരിച്ചു. തിങ്കളാഴ്ച രാവിലെ 9:30 പുതിയറയിലുള്ള സ്വന്തം വസതിയിലായിരുന്നു അന്ത്യം. കോഴിക്കോട്ടെത്തുന്ന സിനിമാ പ്രവർത്തകർക്ക് പ്രിയങ്കരനായിരുന്നു രാംദാസ് കാര്യാൽ. കൂടാതെ കോഴിക്കോടിന്റെ ചലച്ചിത്ര വിതരണ രംഗത്തെ കാരണവർ കൂടിയാണ് അദ്ദേഹം. സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ടവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഭാര്യ പ്രേമി രാംദാസ്, മക്കൾ സംവിധായകൻ ഷാജോൺ കാര്യാൽ, സൂരജ് കാര്യാൽ, നിഷ വിജയരാഘവൻ തുടങ്ങിയവരാണ്. അന്ത്യകർമ്മങ്ങൾ വൈകിട്ട് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്യാൻസർ, കിഡ്നി രോഗികൾക്കുള്ള ചികിത്സാ സഹായങ്ങൾ സമയബന്ധിതമായി നൽകണമെന്ന് സ്പർശം ഭാരവാഹികൾ. വർദ്ധിച്ചുവരുന്ന ക്യാൻസർ രോഗത്തെ നിയന്ത്രിക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് അടിയന്തരമായി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ക്യാൻസർ, കിഡ്നി രോഗം എന്നിവ ബാധിച്ച് ചികിത്സ തേടുന്ന നിർധന രോഗികൾക്ക് നൽകിവരുന്ന ചികിത്സാ സഹായങ്ങൾ യഥാസമയം നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നതെന്ന് സ്പർശം ഭാരവാഹികൾ പറഞ്ഞു. നിലവിൽ മുഖ്യമന്ത്രിയുടെ ചികിത്സാനിധി, പെൻഷൻ, ആരോഗ്യമന്ത്രി ചെയർമാനായ സൊസൈറ്റിയിൽ നിന്നുള്ള ധനസഹായം, പട്ടികജാതി വിഭാഗത്തിനുള്ള വകുപ്പുതല സഹായങ്ങൾ തുടങ്ങി രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ധനസഹായങ്ങൾ കഴിഞ്ഞ 6 മാസമായിട്ടും കിട്ടാതെ രോഗികൾ വിഷമിക്കുകയാണ്. ഇതുപോലെ കിഡ്നി രോഗികൾക്ക് ചികിത്സാ സഹായമായി നൽകുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ടും രോഗികൾക്ക് ലഭിക്കുന്നില്ല. ക്യാൻസർ രോഗികൾക്കും കിഡ്നി രോഗികൾക്കും നൽകുന്ന പെൻഷൻ 1000 രൂപ എന്നത് മിനിമം 5000 രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണമെന്നും ആനുകൂല്യങ്ങൾ യഥാസമയം ലഭ്യമാക്കാനും രോഗം നിയന്ത്രണ വിധേയമാക്കുവാനും സംസ്ഥാന ആരോഗ്യവകുപ്പ് ഇടപെടണമെന്നും സ്പർശം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ക്യാൻസർ രോഗികൾക്ക് ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഒരു എമർജൻസി ഫോറം പൂരിപ്പിച്ചു കൊടുത്താൽ കിട്ടുന്നുണ്ട്. മറിച്ച് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് 6 മാസം, 1 വർഷം വരെ ഈ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആകും. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. 102 വർഷം പഴക്കമുള്ള ഈസ്റ്റ് നടക്കാവ് ഗവൺമെന്റ് UP സ്കൂൾ അപകട ഭീഷണിയിൽ. നിലംപൊത്താറായ മേൽക്കൂരയ്ക്കും SSA ബിൽഡിംഗിനുമിടയിൽ ഞെരുങ്ങി പഠനം തുടരുകയാണ് നിസ്സഹായരായ വിദ്യാർത്ഥികൾ. രാജ്യാന്തര നിലവാരത്തിലുള്ള നീന്തൽക്കുളത്തിനും ചുറ്റുമുള്ള SSA ബഹുനില മന്ദിരങ്ങൾക്കുമിടയിൽ തിങ്ങി ഞെരുങ്ങുകയാണ് ഈസ്റ്റ് നടക്കാവ് ഗവൺമെന്റ് UP സ്കൂൾ. സ്കൂൾ നേരിടുന്ന പ്രശ്നം ഇതുമാത്രമല്ല. ചാഞ്ഞുകിടക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ മരത്തൂണുകളും ഏതു നിമിഷവും നിലംപൊത്താവുന്ന ഓടിട്ട മേൽക്കൂരയും ഭീഷണിയായി തുടരുകയാണ്. അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ സ്കൂളിന്റെ തെക്കുഭാഗത്തുള്ള ക്ലാസ് മുറികളുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. ഇതിനിടെ സ്കൂൾ വരാന്തയിലെ മരത്തൂണുകളുടെ അടിഭാഗം ദ്രവിച്ചും മേൽക്കൂരയുടെ ഭാരം താങ്ങാനാവാതെ തൂൺ വളഞ്ഞും അപകടാവസ്ഥയിലായിരിക്കുകയാണ്.
ഈ വരാന്തയിലേക്ക് കുട്ടികൾ കടക്കാതിരിക്കാൻ കയർകെട്ടി സംരക്ഷിച്ചിരിക്കുകയാണിപ്പോൾ. സ്കൂളിന്റെ ഈ അപകടകരമായ അവസ്ഥ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല. LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിൽ 65 കുട്ടികളാണ് പഠിക്കുന്നത്. സ്കൂളിനോട് ചേർന്നുള്ള ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നീന്തൽക്കുളവും ഈ സ്കൂളിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സ്കൂളിന്റെ കളിസ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന SSCയുടെ കെട്ടിടങ്ങളും ഒരു അധികപ്പറ്റു തന്നെയാണ്. സ്കൂളിന്റെ മുറ്റം ഇപ്പോൾ SSCയുടെ പാർക്കിംഗ് ഗ്രൌണ്ടായി മാറിയിട്ടുമുണ്ട്. 102 വർഷം പഴക്കമുള്ള ഗവൺമെന്റ് UP ഈസ്റ്റ് നടക്കാവ് സ്കൂളാണിത്. കുരുന്നുകൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിന് വർഷങ്ങളായി ഭീഷണിയായി തുടരുകയാണ് ചാഞ്ഞുകിടക്കുന്ന ഈ തൂണും തൊട്ടുമുകളിലായി കിടക്കുന്ന ഓടും. സമീപത്തുകൂടെയുള്ള വരാന്തയിലൂടെ വിദ്യാർത്ഥികൾ വരാതിരിക്കാൻ വേണ്ടി കയറുകൾ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും തൊട്ടടുത്ത് തന്നെയാണ് ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയെങ്കിലും ഇതുവരെ ഇതിനൊരു പരിഹാരം കണ്ടില്ല. ക്യാമറമാൻ കൃതേഷ് വേങ്ങേരിക്കൊപ്പം നയൻതാര, കോഴിക്കോട്. 60ാമത് കോഴിക്കോട് ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ തുടക്കമായി. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ബിലോ 14, ബിലോ 16, ബിലോ 18, ബിലോ 20 എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കോളേജ്, സ്കൂളുകൾ, പോളിടെക്നിക്, സ്പോർട്സ് അക്കാദമികൾ തുടങ്ങി 38ഓളം സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള 700ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. മെഡിക്കൽ കോളേജ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ കോഴിക്കോട് MP MK രാഘവൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 17, 18 തീയതികളിലാണ് മത്സരങ്ങൾ നടക്കുക. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് VM മോഹനൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ കളരി അസോസിയേഷൻ പ്രസിഡന്റ് മൂസ ഹാജി, ജില്ലാ വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി P രാജീവൻ, ജില്ലാ കബഡി അസോസിയേഷൻ സെക്രട്ടറി N പത്മനാഭൻ, സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ മെമ്പർ ടോമി ചെറിയാൻ, മറ്റ് കായിക സംഘടനാ പ്രതിനിധികളായ PT ഷാജി, AKM അഷ്റഫ്, മുഹമ്മദ് ഇഷാഖ്, നൌഫീഖ് എന്നിവർ സംസാരിച്ചു. സമാപന ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി അധ്യക്ഷം വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി സമ്മാനങ്ങൾ വിതരണം ചെയ്യും. 2000 മീറ്റർ ഓട്ട മത്സരം ആരംഭിക്കുന്നു. പങ്കെടുക്കുന്നവർ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർക്കാരിന്റെ അച്ചടി കരാർ കേരളത്തിന് പുറത്തു കൊടുക്കരുതെന്ന് പ്രിന്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 3 ദിവസമായി ജൂബിലി ഹാളിൽ നടന്ന കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളിലെയും അച്ചടി പ്രവൃത്തികൾ സർക്കാർ പ്രസ്സുകൾക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ പ്രസ്സുകൾക്ക് മാത്രമേ ടെൻഡറിൽ പങ്കെടുക്കുവാൻ അവസരം നൽകാവൂവെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിൽ വന്ന പ്രസ് ഡിക്ലറേഷൻ ആക്ട് കാലോചിതമായി പരിഷ്കരിക്കണം. ചരക്ക് സേവന നികുതി നടപ്പാക്കുമ്പോൾ 1 കോടിയിൽ താഴെ വിറ്റുവരവുള്ള പ്രസ്സുകളെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഏറ്റവും താഴ്ത്താണ് ഗ്രീൻ കാറ്റഗറി. അതിൽ നമ്മൾ ഓറഞ്ചിലേക്ക് മാറ്റി. അത് കുറെ കൂടെ പ്രശ്നമാണ്. കാരണം ഓറഞ്ച് കാറ്റഗറിയിൽപ്പെട്ടവരുടെ നിയമങ്ങൾ കുറെ കൂടെ കർശനമാണ്, ഫീസും കൂടുതലാണ്. അതിന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ അതിനൊരു തീരുമാനം എടുക്കാൻ ശ്രമം നടത്തുന്നു. ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ സമ്മേളനത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് PA അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് മാസ്റ്റർ പ്രിന്റേഴ്സ് വൈസ് പ്രസിഡന്റ് CD കുമാരവേലിന് സമ്മേളനത്തിൽ സ്വീകരണം നൽകി. VKC മുഹമ്മദ് കോയ MLA മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസ്രുദ്ദീൻ KPA അവാർഡുകൾ വിതരണം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ, BJP സംസ്ഥാന ഉപാധ്യക്ഷൻ KP കൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. KPA സംസ്ഥാന ജനറൽ സെക്രട്ടറി വിജയൻ, PMA നാസർ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി K രമേശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 3 ദിവസത്തെ അച്ചടി യന്ത്രങ്ങളുടെ അഖിലേന്ത്യാ പ്രദർശനവും സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാനവ ഐക്യയാത്രയുടെ ഭാഗമായി നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ എല്ലാ ജില്ലകളിലും മത്സരങ്ങൾ നടത്തും. ഒക്ടോബർ 29-നും നവംബർ 12-നുമായി 2 ഘട്ടങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക. ഒരു ഭാഷയിലൂടെ ലോകസമത്വവും സമാധാനവും എന്ന സന്ദേശവുമായി ബാബ അലക്സാണ്ടർ ന്യൂഡൽഹി നടത്തുന്ന ലോക പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിലെ ജില്ലാ കേന്ദ്രങ്ങളിലും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ കേരള റീജിയന്റെ ആഭിമുഖ്യത്തിലാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. പ്രൈമർ, അപ്പർ പ്രൈമർ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി വിഭാഗങ്ങളിൽ ആയാണ് മത്സരം. കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഒക്ടോബർ 29-നും എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നവംബർ 12-നുമാണ് മത്സരങ്ങൾ നടക്കുക. ജംഗിൾസ് റൈറ്റിംഗ്, മ്യൂസിക് നൽകൽ, ഡിബേറ്റ്, ഉപന്യാസ രചന, പ്രസംഗം, ആങ്കറിംഗ്, വൊക്കാബുലറി പസിൽസ്, ഡിജിറ്റൽ പെയിന്റിംഗ്, ഇംഗ്ലീഷ് ഫ്ലുവൻസി ടെസ്റ്റ് എന്നിവയിൽ ഇംഗ്ലീഷിലാണ് മത്സരങ്ങൾ നടക്കുക എന്ന് NCDC കേരള റീജിയൻ ഭാരവാഹികൾ പറഞ്ഞു.
ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന സംഗീത ഉപകരണ പ്രദർശനം ശ്രദ്ധേയമായി. സംഗീതാധ്യാപിക സുജാതയാണ് സ്കൂളിൽ വേറിട്ട പ്രദർശനത്തിന് നേതൃത്വം നൽകിയത്. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രോത്സവം 2016 ശാസ്ത്ര പ്രദർശനത്തോടനുബന്ധിച്ച് വിവിധ സംഗീത ഉപകരണങ്ങളുടെ പ്രദർശനവും നടന്നു. ശാസ്ത്രോത്സവം ഹെഡ്മിസ്ട്രസ് ജീജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ വിദ്യാർത്ഥികൾ തങ്ങൾ കണ്ടെത്തിയതും പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയതുമായി വിവിധ പ്രദർശനങ്ങൾ നടത്തി. സംഗീത ഉപകരണങ്ങളിൽ 50ഓളം ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചു. സംഗീത അധ്യാപിക സുജാത നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. നിറവ് വേങ്ങേരിയുടെ ആഭിമുഖ്യത്തിൽ മാലിന്യ നിർമ്മാർജ്ജന സംസ്കരണത്തെക്കുറിച്ച് ക്ലാസ് നടന്നു. വെള്ളയിൽ ഗവൺമെന്റ് ഈസ്റ്റ് LP സ്കൂളിൽ നടന്ന പരിപാടിയിൽ നിറവ് വേങ്ങേരിയുടെ ചീഫ് കോർഡിനേറ്റർ ബാബു പറമ്പത്ത് ക്ലാസ് എടുത്തു. ചോയുണ്ണി മാസ്റ്റർ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെയും വലിയതൊടി റെസിഡൻസ് അസോസിയേഷന്റെയും മാടക്കര റെസിഡൻസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മാലിന്യ നിർമ്മാർജ്ജന സംസ്കരണത്തെപ്പറ്റി ക്ലാസ് എടുത്തത്. നിറവ് വേങ്ങേരിയുടെ ചീഫ് കോർഡിനേറ്റർ ബാബു പറമ്പത്ത് ക്ലാസുകളെടുത്തു. മനുഷ്യൻ ദൈനംദിനം ചെയ്യുന്ന പ്രവൃത്തികൾ പോലെ തന്നെയാണ് മാലിന്യ സംസ്കരണമെന്നും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രത്യേകം നിഷ്കർഷത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ മാലിന്യ സംസ്കരണത്തിന്റെ നൂതന സാങ്കേതിക മാർഗവും ജനങ്ങൾക്കായി അവതരിപ്പിച്ചു. മാലിന്യ സംസ്കരണം ജീവിതത്തിന്റെ ഭാഗമായി കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. എം ജ്യോതിപ്രകാശ്, വാർഡ് കൌൺസിലർ സൌഫിയ, അനീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ CK വത്സൻ, തോമസ് ജോസഫ്, ശശികുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചിത്രകാരനും ശില്പിയുമായ അൻസർ സൂഫിയുടെ ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും പ്രദർശനം ഒക്ടോബർ 18 മുതൽ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. ചിത്രകാരി കവിത മുഖോപാധ്യായ ഉദ്ഘാടനം ചെയ്യും. പ്രദർശനം ഒക്ടോബർ 22 സമാപിക്കും. അൻസർ സൂഫിയുടെ ആദ്യത്തെ പ്രദർശനമാണ് ഒക്ടോബർ 18 മുതൽ 22 വരെ കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ നടക്കുന്നത്. 40 ചിത്രങ്ങളും 5 ശില്പങ്ങളുമാണ് പ്രദർശനത്തിലുണ്ടാവുക. വാട്ടർ കളർ, അക്രിലിക്, ബോൾ പെൻ ഡ്രോയിങ്സ്, ഓയിൽ കളർ എന്നിവയിലാണ് ചിത്രങ്ങൾ രചിച്ചത്. ശില്പങ്ങൾ കളിമണ്ണിലും പ്ലാസ്റ്റർ ഓഫ് പാരീസിലുമാണ് തീർത്തത്. ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് ചിത്രങ്ങൾക്കും ശില്പങ്ങൾക്കും പ്രമേയമായത്. പ്രദർശനം ഒക്ടോബർ 18 ചിത്രകാരി കവിത മുഖോപാധ്യായ ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 22 വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് പ്രദർശനം നടക്കുകയെന്ന് ചിത്രകാരൻ പറഞ്ഞു. ചെറുവണ്ണൂർ യങ്സ്റ്റേഴ്സ് അസോസിയേഷൻ കുടുംബ സംഗമം നടത്തി. ഡെപ്യൂട്ടി കലക്ടർ ഷാമിൻ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ചെറുവണ്ണൂർ യങ്സ്റ്റേഴ്സ് അസോസിയേഷൻ ചെറുവണ്ണൂർ കുടുംബ സംഗമം നടത്തി. ഡെപ്യൂട്ടി കലക്ടർ ഷാമിൻ സെബാസ്റ്റ്യൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും ജോലി, ആരുടെയും ജോലിയല്ല എന്ന് പറയുന്ന പോലെ ഒരു പൊതുസ്ഥലം, ഒരു റോഡ് ബേസിക് ആയിട്ട് റോഡ് മാനേഴ്സ് വരുന്നത് ആൾക്കാർക്കില്ല നമ്മൾ പറയും. കാരണം ഒരാൾ വയസ്സുള്ള റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ ആളെ കടത്തി വിടുന്നതിനേക്കാൾ മുമ്പ് ഹോൺ അടിച്ച് അയാൾ ക്രോസ് ചെയ്യുന്ന മുമ്പ് അപ്പുറത്ത് തന്നെ നമ്മൾ നോക്കുള്ളൂ. ഒരു സെക്കൻഡ് പോലും മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ നമുക്ക് മടി. അങ്ങനെ വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രശ്നം. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത്രയും വലുതായി വരുന്നത്. ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്യാൻ ഇന്നത്തെ സമൂഹത്തിന് മടിയാണ്. പ്രസിഡന്റ് അജിത് കുമാർ പൊന്നംപറമ്പത്ത് അധ്യക്ഷനായിരുന്നു. മികച്ച സേവനം കാഴ്ചവെച്ച ചെറുവണ്ണൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സുബ്രഹ്മണ്യൻ മാസ്റ്ററെ പരിപാടിയിൽ ആദരിച്ചു. മത്സരങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച റോസ്മിൻ, അരുൺ രാജ്, കാർത്തിക അരവിന്ദ് എന്നീ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു.
കോഴിക്കോട് ജില്ലാ ബ്ലഡ് ഡോണേഴ്സ് ഫോറം പ്രസിഡന്റ് അശോകൻ ആലപ്രത്ത് ആശംസാ പ്രസംഗം നടത്തി. സെക്രട്ടറി ഷംനാസ് ടി, സജിത് കുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അസോസിയേഷൻ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, സ്വറൂപ്. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഒക്ടോബർ 23 കോഴിക്കോട്ട് നടക്കും. കടപ്പുറത്ത് നടക്കുന്ന സംസ്ഥാന നേതൃസംഗമം AITC ബംഗാൾ കമ്മിറ്റി മെമ്പർ സോമൻ ചാറ്റർജി ഉദ്ഘാടനം ചെയ്യും. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഒക്ടോബർ 23 ഞായറാഴ്ച കോഴിക്കോട്ട് വെച്ച് നടക്കും. രാവിലെ 11 മണിക്ക് പാർട്ടി പതാക ഉയർത്തുന്നതോടെ യോഗ നടപടികൾ ആരംഭിക്കും. ശിക്ഷ സദനിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം കേരള പ്രദേശ് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന ഭാരവാഹികളെ കൂടാതെ പോഷക സംഘടനാ ഭാരവാഹികളും നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും. വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന സമാപന സമ്മേളനം AITC മെമ്പറും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇൻചാർജുമായുള്ള സോമൻ ചാറ്റർജി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് ജില്ലാ നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU അരക്കിണർ മേഖലാ സമ്മേളനം അരക്കിണറിൽ നടന്നു. CITU ഏരിയ സെക്രട്ടറി KV ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU അരക്കിണർ മേഖലാ സമ്മേളനം അരക്കിണർ ചിന്ത പരിസരത്ത് നടന്നു. CITU ഏരിയ സെക്രട്ടറി KV ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. കൂടുതൽ തൊഴിലവസരങ്ങൾ എവിടെയെങ്കിലും സൃഷ്ടിക്കപ്പെട്ടാൽ പോരാ, പൊതുമേഖലയിൽ തന്നെ സൃഷ്ടിക്കപ്പെടണം എന്ന നെഹ്റുവിന്റെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് സുരേന്ദ്രൻ മുണ്ടേക്കാട്ട് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിപാടിയിൽ മുരളീധരൻ പാലേരി അധ്യക്ഷനായിരുന്നു. CITU ഏരിയ വൈസ് പ്രസിഡന്റ് R വിജയകുമാർ, രാധാകൃഷ്ണൻ V, സജീവോത്തമൻ K, പൊന്നത്ത് ദേവരാജൻ എന്നിവർ സംസാരിച്ചു. രാമദാസ് കരുവഞ്ചേരി സ്വാഗതവും മോഹൻദാസ് വെയ്ക്കോട്ട് നന്ദിയും പറഞ്ഞു. നിരവധി സംഘടനാ പ്രവർത്തകർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഇനി ബിസിനസ് വാർത്തകൾ. അന്താരാഷ്ട്ര നിലവാരമുള്ള ഇറ്റാലിയൻ മാർബിൾ, ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റ്, ക്രിസ്റ്റലൈസ്ഡ് സ്റ്റോൺ, ഇന്ത്യൻ മാർബിൾ, ഗ്രാനൈറ്റ് തുടങ്ങിയവയുടെ വൻ ശേഖരവുമായി ഇന്റർനാഷണൽ മാർബിൾസ് പ്രവർത്തനം ആരംഭിച്ചു. PK ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ PK അഹമ്മദ് മാർബിൾസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വീടൊരുങ്ങുമ്പോൾ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഭാഗമാണ് ഫ്ലോറിംഗ്. ഇതിനാകട്ടെ സമീപകാലത്ത് മാർബിളുകളാണ് താരമായി നിൽക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരമുള്ള മാർബിളിന്റെ വൻ ശേഖരവുമായി കോഴിക്കോട് പുതിയങ്ങാടിയിൽ ഇന്റർനാഷണൽ മാർബിൾസ് പ്രവർത്തനം ആരംഭിച്ചു. PK ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ PK അഹമ്മദ് കേരളത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ മാർബിൾസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇരുപത്തിയഞ്ച് വർഷമായി കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുവരുന്ന ക്ലാസിക് മാർബിൾസിന്റെ ഇമ്പോർട്ട് സെഗ്മെന്റാണ് കോഴിക്കോട് ഇന്റർനാഷണൽ മാർബിൾസിലൂടെ ആരംഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇന്റർനാഷണൽ മാർബിൾസ് എന്ന കേരളത്തിൽ ആദ്യത്തെ സ്റ്റോറാണ്. പിന്നെ 25 വർഷമായിട്ട് കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസിക് മാർബിൾസിന്റെ ഇമ്പോർട്ടഡ് സെഗ്മെന്റാണ് ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റാലിയൻ മാർബിൾസും ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റ്സും പിന്നെ അതുപോലെ ക്രിസ്റ്റലൈസ്ഡ് സ്റ്റോൺസും ഇന്ത്യൻ മാർബിൾസും ഗ്രാനൈറ്റ്സാണ് മെയിനായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ കേരളത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല കളക്ഷൻസ്, ഏറ്റവും നല്ല സ്റ്റോക്ക്, കൂടുതൽ സ്റ്റോക്ക് എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ല സ്റ്റോറാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് കാണാൻ വിസിറ്റ് ചെയ്യുക. വീടിനെ മനോഹരമാക്കാൻ ഇറ്റാലിയൻ മാർബിൾ, ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റ്, ക്രിസ്റ്റലൈസ്ഡ് സ്റ്റോൺ, ഇന്ത്യൻ മാർബിൾ, ഗ്രാനൈറ്റ് തുടങ്ങിയവയുടെ വൻ ശേഖരം തന്നെയാണ് ഇന്റർനാഷണൽ മാർബിൾസിൽ ഒരുക്കിയിട്ടുള്ളത്. ഇറ്റാലിയൻ മാർബിളുകൾക്ക് ആവശ്യക്കാരേറുന്ന സമയത്തു തന്നെയാണ് ഇന്റർനാഷണൽ മാർബിൾസ് ഇറ്റാലിയൻ മാർബിളുകൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ PCP ഇബ്രാഹിം ഹാജി, ഷെബീർ KP, മാനേജിംഗ് പാർട്ണർമാരായ ജസീം SP, ഇഫ്തിഖർ അഹമ്മദ്, റാഷിദ് അഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്തു. ഇന്റർനാഷണൽ മാർബിൾസ് നിയർ കാരന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, പുതിയങ്ങാടി, കോഴിക്കോട്. ഫോൺ 9741008877. വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ബേപ്പൂർ ഗാസിയും പ്രമുഖ മതപണ്ഡിതനുമായ PT അബ്ദുൽ ഖാദർ മുസ്ലിയാർ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ചെറുവണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഞായറാഴ്ച രാവിലെ 6:30ഓടെയായിരുന്നു വിയോഗം. ഖബറടക്കം ഞായറാഴ്ച 3 മണിക്ക് വൻ ജനാവലിയോടെ ബേപ്പൂർ വലിയ ജുമുഅ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ബേപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അസുഖം വർദ്ധിച്ചതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സ നൽകുന്നതിനായി ശനിയാഴ്ച രാവിലെ വീണ്ടും ചെറുവണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു.
കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള 18ഓളം മഹല്ലുകളിൽ ഗാസി സ്ഥാനം വഹിച്ചുവന്ന അബ്ദുൽ ഖാദർ മുസ്ലിയാർ കഴിഞ്ഞ 46 വർഷമായി ബേപ്പൂരിൽ ഗാസി സ്ഥാനത്ത് തന്നെ തുടർന്നു വരികയായിരുന്നു. ഓടക്കൽ മറിയം എന്ന കുഞ്ഞീവിയാണ് ഭാര്യ. മക്കൾ മുഹമ്മദ് അലി സഖാഫി, അബ്ദുസലാം മുസ്ലിയാർ, അഹമ്മദ് സ്വാലിഹ്, മുഹമ്മദ് ഉനൈസ്, ഫാത്തിമത്ത് സൈബുന്നിസ, സുമയ്യ, ഹാജറ, ഖദീജ, പരേതരായ ജാഫർ സ്വാദിഖ്, മുഹമ്മദ് ഇസ്മായിൽ തുടങ്ങിയവരാണ്. വിമൻസ് വെൽഫെയർ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഇന്ത്യ, മതം, മതേതരത്വം എന്ന വിഷയത്തിൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ പ്രധാനമായ രാജ്യത്തെ സമ്പൂർണ്ണ മദ്യനിരോധനമൊന്നും ചർച്ച ചെയ്യാതെ ഗോവധ നിരോധവും ഏക സിവിൽ കോഡും മാത്രം ചർച്ച ചെയ്യുന്നതിന് പിന്നിൽ സംഘപരിവാറിന്റെ അജണ്ടയാണുള്ളതെന്നും മുനീർ പറഞ്ഞു. സെമിനാറിൽ ഡോക്ടർ ഹുസൈൻ മടവൂർ മുഖ്യപ്രഭാഷണം നടത്തി. മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ O. അബ്ദുറഹ്മാൻ, അഡ്വക്കേറ്റ് ലൈല, ഖദീജ, അഷ്റഫ്, മുഹമ്മദ് കോയ, സെഫിയ അലി, A. റഹ്മദ് നീസ തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബീവറേജസ് ഔട്ട്ലെറ്റിനെതിരെ മഹിളാ മോർച്ച. അടച്ചുപൂട്ടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് പ്രവർത്തകർ. മത്സ്യസമ്പത്തിനെ ഉന്മൂലനം ചെയ്യുന്ന പുതിയ മത്സ്യബന്ധന രീതിക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. ഒക്ടോബർ 26 കേരള തീരത്ത് കടൽ ഹർത്താൽ. 60ാമത് ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.